കർത്താവേ, നമ്മള് കളിക്കേണ്ട കിങ് പങ്കജവല്ലി കൊണ്ടുപോയല്ലോ. ഇതെന്നാ ഏർപ്പാടാ? കൊത്തി കൊത്തി മുറത്തിക്കറി കൊത്താൻ തുടങ്ങി. സ്തുതിയായിരിക്കോ? അയ്യോ, അച്ഛനായിരുന്നോ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്നതാ ഔസേപ്പിച്ച പ്രശ്നം? എന്റെ അച്ഛോ, നമ്മുടെ തിയേറ്ററിൽ ചാർട്ട് ചെയ്തിരുന്ന പടത്തെ പങ്കജവല്ലി കൊണ്ടുപോണു. ഇത് പോക്കരുത്തല്ലേ അച്ഛോ? ഇതിന് ഭാരപ്പെടുന്നില്ലെങ്കിൽ പുഞ്ചക്കാട് കുരിശെങ്കിൽ ഔസേപ്പിന്റെ പേര് ശാന്തനാവൂ എന്റെ ഔസേപ്പച്ച. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ആ പടം വേണേൽ അവള് കളിച്ചോട്ടെ, പക്ഷേ കിങ് എനിക്ക് വേണം. അതല്ല ഔസേപ്പിച്ചു, പണ്ട് കർത്താവ് പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓ, ഇപ്പോഴത്തെ പടങ്ങളുടെ പേരുകളൊക്കെ ഇങ്ങനെയാ അച്ഛോ. അപ്പൊ ഞാൻ വരട്ടെ. പങ്കജവല്ലി കിങ് കളിക്കുന്ന എനിക്കൊന്ന് കാണണം. നിനക്ക് നഷ്ടപ്പെട്ട സമാധാനം തിരിച്ചു കിട്ടാൻ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കാം. കൊച്ചാപ്പി എവിടെ ഉണ്ടെന്ന്? ഞാനിവിടെ ഉണ്ടെന്ന്. ഇങ്ങോട്ട് ഇറങ്ങി പാടാകരുതേ. ഞാനിവിടെ ഉണ്ട് മുതലാളി. പോസ്റ്റർ ഒട്ടിച്ചോണ്ടിരിക്കായിരുന്നു. എടാ, ഇതെല്ലാം കൂടെ പറിച്ച് തിരിച്ചോട്ടിച്ച് അകത്തിരിക്കുന്നവർക്ക് കാണാൻ പറ്റുള്ളൂ. എടാ, ഇത് പങ്കജവല്ലി കളിക്കാൻ പോവുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എല്ലാം കൂടെ ചുരുട്ടി കൂട്ടി പുഴുകി തിന്ന്. എവിടെ വായി നോക്കി? ആര്? തൊമ്മിക്കുഞ്ഞു ഉണ്ണിക്കുഞ്ഞാ? ആർക്കറിയാം. കാലത്തൊരു ജീപ്പിൽ കയറി പോണുണ്ട്. ഇവനൊക്കെ ഏത് നേരത്താണോ എന്തോ. രാത്രിയാകും. അല്ല, തിരിച്ചു വരാനേ. ഗുഡ് മോർണിംഗ് സാർ. അനന്തകൃഷ്ണൻ വന്നില്ലേ? ഇല്ല മുതലാളി, അനന്തകൃഷ്ണൻ മുതലാളി വന്നിട്ടില്ല. ഇയാൾ ഇതെവിടെ പോയി കിടക്കുക? അമ്പലത്തിൽ എന്തോ കമ്മിറ്റി ഉണ്ട്, അവിടെ കാണുമെന്ന് ഇവിടെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഗാനമേള മതി. ഗാനമേളയെന്ന് മിമിക്രി എന്നൊക്കെ നമ്മളിങ്ങനെ ഓരോ പരിപാടികൾ മനസ്സിൽ കണ്ടിട്ടുണ്ടാ. പ്രസിഡന്റ് വിചാരിക്കുന്ന പോലെ ഈ ക്ഷേത്രത്തിലെ കാര്യം നടക്കും. അതാ കുഴപ്പം. എല്ലാത്തിനും പ്രസിഡന്റ്. പിന്നെ നമ്മൾ എന്തിനാ കമ്മിറ്റിക്കാര്? പ്രസിഡന്റ് എന്നെ തീരുമാനിച്ചാ പോലെ. അങ്ങനെയാണോ? എന്നാ നല്ലത്. തന്നെ പോലുള്ള കമ്മിറ്റി പ്രസിഡന്റ് ആക്കിയാലേ ഇവിടെ പിന്നെ ക്യാമറ വരെ കാര്യപരിപാടികൾ ഉണ്ടാവും. അല്ലേലും നിങ്ങൾ അയാളുടെ ആളല്ലേ, അങ്ങനെ പറയൂ. പറയുമ്പോ എല്ലാരും പറയും പ്രസിഡന്റ് ഒന്നാ മുട്ടിടിക്കും. അത്രയ്ക്ക് അങ്ങനെ എല്ലാവർക്കും പേടി. പേടിയല്ലടോ, ബഹുമാനം. അർഹതയുള്ളവർ അംഗീകരിക്കാനും ബഹുമാനിക്കാനും ഈ നാട്ടുകാർ ഒരു മടിയും കാണിച്ചിട്ടില്ല. ഈ ക്ഷേത്രം തന്നെ ഇന്നത്തെ നിലയിലാക്കിയെടുക്കാൻ അദ്ദേഹം എത്രയാ പാടുപെട്ടിരിക്കുന്നത്. ഓ പിന്നെ. നമസ്കാരം. 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 എന്തൊക്കെയാ ഈ കാര്യങ്ങള്? എന്തൊക്കെയാ വേണ്ടതെന്ന് ചർച്ച ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ചർച്ചയുടെ ഒന്നും ആവശ്യമില്ല. ഓരോ ദിവസത്തെയും പരിപാടികൾ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. വിശദ വിവരങ്ങൾ ഇതിലുണ്ട്. എല്ലാ ദിവസവും കഥകളി വെച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് എന്താ ഉത്സവം മുടങ്ങുമോ? അതില്ല. എന്നാലും ഈ കഥകളിയോടും ഓട്ടംതുള്ളിനോടും ജനങ്ങളുടെ താല്പര്യം കുറഞ്ഞു വരിക. പ്രത്യേകിച്ചും ബാംഗ്ലൂരിൽ പെണ്ണുങ്ങളുടെ സൗന്ദര്യ മത്സരത്തിനിടയിൽ തുണിയായി ചാടുന്നവരുടെ കൂട്ടത്തിൽ നമ്മുടെ കഥകളിക്കാര് തന്നെ ഡപ്പാങ്കൂത്താടിയ ശേഷം ഒന്നോ രണ്ടോ ആൾക്കാര് കാര്യലാഭത്തിന് വേണ്ടി അങ്ങനെ ചെയ്തെന്ന് വെച്ച് കഥകളിയുടെ മഹത്വം കുറയില്ല. നമ്മുടെ ക്ഷേത്രങ്ങളിലെ ഉത്സവവേദികൾ കൊണ്ടാണ് കഥകളിയും ഓട്ടംതുള്ളിലും അതുപോലുള്ള ശാസ്ത്രീയ കലകളും വേരറ്റ് പോകാതെ നിലനിൽക്കുന്നത്. പരിഭാവനമായ ക്ഷേത്രമുറ്റത്ത് ഒരു കാർണിവൽ ഉണ്ടാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ പ്രസിഡന്റ് ആയിരിക്കുന്നിടത്തോളം കാലം നല്ല പരിപാടികൾ മാത്രമേ ഈ അമ്പലത്തിൽ ഉണ്ടാവൂ. അതിൽ എതിർപ്പുള്ളവർക്ക് കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ചു പോവാം. ഞാനിപ്പോ വരാം. ക്ലാസ്സിൽ നീ ഫസ്റ്റ് ആയതുകൊണ്ടായില്ല, സ്റ്റേറ്റിൽ എന്റെ മോള് ഫസ്റ്റ് വാങ്ങണം. ഒരു മോനുള്ളതോ നേരെ ചൊവ്വേ പഠിച്ചില്ല. ഇനി നീയാണ് എന്റെ പ്രതീക്ഷ. ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടായില്ല. പരീക്ഷ എഴുതുമ്പോ ശരിയായ ഉത്തരങ്ങൾ മനസ്സിൽ വരാൻ ദൈവാനുഗ്രഹം വേണം. മോള് നന്നായി പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ. ഇന്നത്തെ കാലത്ത് പഠിത്തം കൊണ്ട് എന്തെങ്കിലും നേടാൻ പറ്റൂ. അച്ഛനന്ന് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇന്ന് മോക്ക് എത്ര വേണേലും പഠിക്കാനുള്ള സാഹചര്യം ഉണ്ട്. എന്ന മോള് പോയി ഭംഗിയായി പരീക്ഷ എഴുതും. ഇവിടെ കൊണ്ടുവന്ന് കൊള ഇവിടെ. അമ്പലത്തിലുണ്ട്. അനന്താ, തന്നെ ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചു. താൻ ഈ അമ്പലത്തിൽ കയറി ഇരിപ്പാണോ? ഉത്സവമൊക്കെ വരികയല്ലേ, കുറച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുണ്ടായിരുന്നു. തീരുമാനിച്ചോണ്ടിരുന്നോ? നാളെ നമ്മുടെ തിയേറ്ററിൽ പടം കളിക്കണേ, വേറെ നോക്കണം. തിയേറ്ററും പടമൊന്നും എനിക്കറിയണ്ട. അന്തസ്സായിട്ട് ബിസിനസ് ചെയ്യാനേ എനിക്ക് താല്പര്യമുള്ളൂ.
അതുകൊണ്ട് ആ തിയേറ്ററിന്റെ ചുമതല അവന്മാരെ ഏൽപ്പിച്ചത്. എന്നിട്ട് അവന്മാരെവിടെ? കണ്ണും കൂടെ ജീപ്പ് എടുത്തോണ്ട് എങ്ങാണ്ട് പോയിരിക്കുക. മുതലാളി ചതിച്ചു, മുതലാളി ചതിച്ചു. എന്താണ് എന്ത് പറ്റി? അടിയോടടി. അടിയോ? ആര് തമ്മിൽ? നിന്ന് വലിക്കാതെ കാര്യം പറ. ഔസേപ്പ് മുതലാളിയുടെ മകനും അനന്ത മുതലാളിയുടെ മകനും തമ്മിൽ പൊരിഞ്ഞാടി. എവിടെ? അവിടെ പുഴക്കടലിൽ. എന്ത് കൊണ്ടാണ് കാണാൻ നിൽക്കുക? ഉണ്ണികൃഷ്ണ കേറി വരാൻ. എടാ തൊമ്മിക്കുഞ്ഞെ കേറി വേണാ. എടാ ഉണ്ണി മര്യാദക്ക് കേറി വരാൻ. എടാ തൊമ്മി കഴുത നീ ഇങ്ങോട്ട് കേറി വരാനാ പറഞ്ഞേ. മര്യാദക്ക് രണ്ടും കേറി വരാനാ പറഞ്ഞേ. വേണ്ട മുതലാളി, അവിടെ നടത്തി ചേരാണ്. പോയി പിടിച്ച് കേട്ടേ. ഒന്നുകുഞ്ഞേ, ഒന്നുകുഞ്ഞേ കേറി വാ, കേറി വാ. ഇങ്ങോട്ട് ഇങ്ങോട്ട് വാങ്ങ്. അച്ഛനപ്പന്മാര് വിളിക്കണം. ചോറെല്ലി കയറി കുത്തുന്നതാ. സെക്രട്ടറിമാര് ഇങ്ങോട്ട് വേണ. വരാൻ നാണമില്ലടാ തെരുവുപെട്ടികളെ പോലെ തമ്പിത്തല്ല. ഞാനല്ല ഈ തൊമ്മിച്ചനാ. അയ്യോ ഞാനാ. നിന്റെയൊക്കെ പ്രായത്തില് മഞ്ഞും മഴയും വെയിലും നോക്കാതെ മുണ്ടും പുറുക്കി കൊടുത്ത് മാട് പണിയുന്ന പോലെ കഷ്ടപ്പെട്ടിട്ടാ ഔസേപ്പത്തിന് ഞാൻ ഈ നിലയിലെത്തിയത്. അറിയോ? അന്ന് മുതൽ ഇന്ന് വരെ ഒരു മനസ്സും രണ്ട് ശരീരവുമായിട്ടാണ് ഞങ്ങൾ കളിച്ചത്. സുഖവും ദുഃഖവും എല്ലാം ഞങ്ങൾ ഒന്നിച്ചനുഭവിച്ചു. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പരസ്പരം വേദനിപ്പിക്കാൻ പാടില്ല എന്നുള്ള വാശി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഞങ്ങൾക്ക് കിട്ടിയ സന്താനങ്ങൾ കൊള്ളാം. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ കീരിയും പാമ്പിനെയും പോലെ കരപിടി കൂടുന്ന എംബോക്കിങ്ങൾ. എന്തായിരുന്നടാ ഇന്നത്തെ പ്രശ്നം? എന്താ നാം ഇറങ്ങിപ്പോയോ? അത് പിന്നെ അപ്പച്ചാ, ഈ ഉണ്ണി പറയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കളി ക്രിക്കറ്റ് ആണെന്ന്. അത് അങ്ങനെ അങ്ങ് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുവച്ചാ? ഞാൻ പറഞ്ഞു ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കളിച്ചുകൊണ്ടിരിക്കുന്ന ജനകീയ കളി ഫുട്ബോൾ ആണെന്ന്. അപ്പച്ചൻ അറിയാലോ ഞാനൊരു ജനകീയനായ. ക്രിക്കറ്റ് പോലെ ഇത്ര അന്തസ്സുള്ള ഒരു കളി വേറെ ഏതാ ഉള്ളത്? ഈ ഫുട്ബോൾ എന്ന് കേൾക്കുന്നത് തന്നെ നാണക്കേടാ. 22 മണ്ടന്മാര് ഒരു പന്തിന്റെ പുറകെ ഒരർത്ഥവുമില്ലാതെ ഓടുന്ന ഒരു തല്ലിപ്പൊളി കളിയല്ലേ ഫുട്ബോൾ? ഈ ക്രിക്കറ്റ് പ്ലേയേഴ്സ് എന്ന് കേൾക്കുന്നതിന് സ്റ്റൈൽ. ഓ വലിയ സ്റ്റൈല്. ഈ ഫുട്ബോളുകാരുടെ സ്റ്റൈലും സ്റ്റാമിനയും ക്രിക്കറ്റ് ആർ കൊണ്ടോടാ. അപ്പച്ചൻ ഇങ്ങോട്ട് നോക്കെ. ഡിഫൻഡർ മിഡ്ഫീൽഡർ കൊടുത്തിട്ട് മിഡ്ഫീൽഡർ ഹെഡ് ചെയ്ത് സെന്റർ ഫോർവേഡിന് കൊടുത്തിട്ട് സെന്റർ ഫോർവേഡ് ഇങ്ങനെ ഗോൾ പോസ്റ്റ് ഏരിയയിൽ കൊണ്ടുപോയിട്ട് കിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഗോൾ. എടാ നിന്റെ ക്രിക്കറ്റ് എന്താ ചെയ്യണേ? ആദ്യം ബോൾ എടുത്ത് പട്ടി നക്കും പോലെ 5-6 നക്ക് നക്കും. എന്നിട്ട് പാന്റിലിട്ട് 5-6 പ്രാവശ്യം ഉരയ്ക്കും. എന്നിട്ട് ഞൊണ്ടിക്കാലം പട്ടിയെ പോലെ കുണുങ്ങി കുണുങ്ങി വന്ന് 3 കുറ്റിയിൽ ഒരു ഏറ്. അതല്ലേ ഒരു മിടുക്കമാണോടാ? എന്ത് മിടുക്ക്? ഇവന്മാർക്ക് ക്രിക്കറ്റ് കളിയൊന്നും അല്ല മെയിൻ പണി. ഏത് സമയം പരസ്യചിത്രത്തിൽ അഭിനയിക്കണം. നത്തിങ് ഒഫീഷ്യൽ അബൌട്ട് ഇറ്റ്. ഐ ലൈക്ക് മാങ്ങ, ഐ ലൈക്ക് ചക്ക, ഐ ലൈക്ക് തേങ്ങ. ഈ അസറുദ്ദീനും സച്ചിൻ ടെണ്ടുൽക്കറും ഞങ്ങളുടെ മുമ്പിൽ വെച്ച് ഇത്രയൊക്കെ കാണിക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇല്ലാത്തപ്പോ തലതല്ലി കീറുമല്ലോ. രണ്ടിനെ ചൂടിലെടുത്ത് നല്ല പിടപെടക്കണം. കർത്താവേ, രണ്ടിനെ കാശ് മുടക്കി പഠിപ്പിച്ച് വെറുതെ ആയല്ലോ. വിദ്യാഭ്യാസവും ബോധവും ഇല്ല. വായി നോക്കികള്.